ഹലോ, ഹൈജീൻ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയ ഒരാളെ നാം പരിചയപ്പെടുത്തുകയാണ്. ഇയാളാണത്. പരിചയം കാണുമല്ലോ. ഇയാൾക്കെതിരിൽ എന്തെല്ലാം ആരോപണങ്ങളാണ് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തക്കാളി കഴിച്ചാൽ കിഡ്നിയിൽ കല്ലുണ്ടാകും, കിഡ്നി ഫെയിലിയർ ആവും, തക്കാളിയുടെ തൊലി കുടലിൽ ഒട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും, തക്കാളിക്കകത്തെ സീഡ്സ് വിത്തുകളും കുഴപ്പകാരിയാണ്. ഇങ്ങനെ തുടങ്ങി അസംഖ്യം ആരോപണങ്ങളാണ് തക്കാളിക്കെതിരിൽ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. തക്കാളിയിൽ ഒരുതരം ആസിഡ് ഉണ്ട്, ഒരു പുളിയുണ്ടല്ലോ. ഇത് കിഡ്നിയിലെ കല്ലിനെ പൊടിച്ചു കളയാൻ മാത്രം പോന്നതാണ്. ഞങ്ങൾ കിഡ്നി സ്റ്റോൺ, ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ ജ്യൂസ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മാത്രമായ ഒരു സാധനമാണിത്. ഇനി ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റുകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നെ തരാം. ഏറ്റവും ഉയർന്ന അളവിൽ പോഷകമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥമാണ് എന്നാണ് സയൻസ് പറയുന്നത്. ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ക്യാൻസറിനെ തടയാൻ ഇതിന് കഴിയും. നമ്മുടെ ഹാർട്ടിന് നല്ല പവർ കൊടുക്കും, കാഴ്ചശക്തി വർദ്ധിപ്പിക്കും, ദഹനപ്രക്രിയ കൂട്ടും, ഇമ്മ്യൂൺ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, തൊലിയെ ചർമ്മത്തെ സംരക്ഷിക്കും, പ്രായാധിക്യം അനുഭവപ്പെടില്ല, ശരീരത്തിൽ മുടി നന്നായി വളരും, വെയിറ്റിനെ ഇത് മാനേജ് ചെയ്യും, ദുർമേധസ് കൂടില്ല, ശരീരത്തിലെ നീരുകൾ കുറച്ചു തരും, എല്ലിന് ബലം കൂട്ടും. അങ്ങനെ തുടങ്ങി അസംഖ്യം നേട്ടങ്ങളാണ്, ആരോഗ്യ നേട്ടങ്ങളാണ് തക്കാളിക്കുള്ളത്. ആർക്കാണ് തക്കാളിയെ നിഷേധിക്കാൻ കഴിയുക? ഇത്രയും സൗന്ദര്യമുള്ള ഒരു പച്ചക്കറി വേറെ ഉണ്ടോ? എന്തൊരു മനോഹാരിത! ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ജഗദീശ്വരനാണ്. ദൈവം തൻ്റെ പ്രത്യേക അറിവും കഴിവുകളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് മണ്ണിൽ നിന്നും ഒരു ചെടിയിൽ നിന്നും ഇത്രയും മനോഹരമായ ഒരു തക്കാളിയെ നിർമ്മിച്ചെടുക്കുന്നത്. ഈ തക്കാളിക്കെതിരിൽ കുറ്റം പറയുന്നത് തന്നെ ദൈവത്തിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്നാണ് നാം വിചാരിക്കുന്നത്.